നാം പൂജിക്കാൻ പഠിക്കണം ഈശ്വരനെ. അതുകൊണ്ട് അച്ഛൻ പൂജിക്കേണ്ടത് ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത്. ആരെ പൂജിക്കണം? ഗോവർദ്ധനത്തെ പൂജിക്കാനല്ല ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾ ഭാഗവതം ശ്രദ്ധിച്ച് വായിക്കൂ. ഭഗവാൻ പറയുന്നത് സ്വകർമ്മത്തെ പൂജിക്കൂ. അച്ഛൻ ചെയ്യുന്ന കാര്യം തന്നെ പൂജയാക്കി എടുക്കൂ എന്നാണ്. പിന്നീടാണ് ഗോവർദ്ധനത്തിലേക്കൊക്കെ വരുന്നത് ഭഗവാൻ. സംപൂജയേ സ്വകർമ്മയേവ, അവനവന്റെ കർമ്മത്തെ തന്നെ പൂജിക്കൂ. ഭഗവാന്റെ വാക്കുകളൊന്നും പിഴക്കില്ല. ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, സ്വകർമ്മണ, നീ കർമ്മത്തെ തന്നെ പൂജയാക്കിയെടുക്കൂ. സംസിദ്ധിം ലഭതേ, നിനക്ക് സംസിദ്ധി ലഭിക്കും. കർമ്മത്തെ തന്നെ പൂജയാക്കിയെടുക്കൂ എന്ന് പറഞ്ഞ ആചാര്യനാണ് ഗുരുവായൂരപ്പൻ. ഇനി നമുക്ക് രാമായണത്തിൽ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ കാണാം, ശ്രീരാമസ്വാമി എന്താ പറയുന്നത് എന്ന്. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു ഭാഗത്തിരുന്ന് ഭഗവത് ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ഭഗവാനെ പൂജിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു പൂജ വേറെയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്കും ഭഗവാനും ഇടയ്ക്ക് തേർഡ് പാർട്ടി ഉണ്ടാവരുത് എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ മനസ്സിനെ നമ്മൾ വിചാരിച്ചാൽ തന്നെ ഭഗവാനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. തേർഡ് പാർട്ടിക്ക് എത്തിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ഒരു റെപ്രസെന്റേറ്റീവിന് എന്നെ ഭഗവാനിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. ഇപ്പൊ എന്റെയും ഭഗവാന്റെയും ഇടയ്ക്ക് there is no മിഡിൽ മാൻ. ഇത് നല്ലവണ്ണം ഉറപ്പിക്കണം. എളുപ്പമല്ലത്. കാരണം നമ്മൾ സ്വഭാവം അനുവർത്തതേ, ഇത്രയും കാലം കൊണ്ടു നടന്ന സ്വഭാവം വീണ്ടും 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 നമ്മളെ പിടികൂടും. മനസ്സിലായില്ലേ? വളരെ വളരെ ശ്രദ്ധിക്കൂ. അതുകൊണ്ട് ഇതിനൊക്കെ ഓരോ പടികളുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകണം, അവിടുന്ന് പൂജകളൊക്കെ ചെയ്യണം, ശ്രദ്ധയുണ്ടാവണം. ക്രമേണ നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രദ്ധ വന്നാൽ സത്സംഗങ്ങളിലേക്ക് തിരിയണം. അതാണ് രാമായണത്തിൽ 6 കാണ്ഡങ്ങൾ: ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ഇങ്ങനെയൊക്കെ വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ചരിത്രം പറയാനാണെന്ന്? അല്ല. ബാലകാന്ഡം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ചെയ്യുന്നതൊക്കെ അനുകരിച്ചുകൊണ്ട്, അങ്ങനെ ഒരു അനുകരണത്തിന്റെ ലോകത്തിലേക്ക് പോയിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന കാണ്ഡമാണ് ബാലകാന്ഡം. അയോധ്യയിലേക്ക് എത്തുമ്പോണ്ടല്ലോ, സജ്ജനങ്ങളുടെ കൂടെ ചേർന്ന് അവിടെ സത്സംഗ സംസ്കാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് സജ്ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കിത്തരുന്ന കാണ്ഡമാണ് അയോധ്യ. ബാലെന്ന് പറഞ്ഞാൽ പിന്തുടരുന്നവെന്നാണ്. അച്ഛനെയും അമ്മയെയും പിന്തുടരുന്നവരെയാണ് ബാലൻ എന്ന് പറയുന്നത്. കുട്ടികൾ അങ്ങനെയാണ്. അയോധ്യ എന്നതിനർത്ഥം യുദ്ധമില്ലാത്തത്. ജീവിതം സംഘർഷങ്ങളില്ലാതെ ആവണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെ ജീവിക്കണം എന്ന് അറിയണമെങ്കിൽ ആരുടെ അടുത്തേക്ക് പോകണം? സജ്ജനങ്ങളുടെ അടുത്തേക്ക് പോകണം, സത്സംഗങ്ങളിലേക്ക് പോകണം. അപ്പൊ അവിടെ നമുക്ക് ഒരു വിശ്വാമിത്ര മഹർഷി ആവശ്യമാണ്, ഒരു വസിഷ്ഠൻ നമുക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ നമുക്ക് മഹാത്മാക്കളൊക്കെ നമുക്ക് ആവശ്യമാണ്. അയോധ്യയിൽ ഇരുന്നാൽ പിന്നീട് വിവാഹം ചെയ്ത് ജീവിതം നയിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം ആരണ്യത്തിലിരിക്കാൻ സാധിക്കും. ഏകാന്തതയിൽ ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കും. അപ്പോ കുടുംബജീവിതവും ഈശ്വര വിചാരവും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം. ആരണ്യം എന്ന് പറഞ്ഞാൽ കാട് എന്നർത്ഥം. കാട് തപസ്സിന് വേണ്ടി ഉപയോഗിക്കാം, മൃഗയാവിനോദത്തിനും ഉപയോഗിക്കാം. ഇവിടെ ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോകുന്നത് ആയുധധാരിയായിട്ടാണ്. തപസ്സുമുണ്ട്, തന്റെ ജീവിതവുമുണ്ട്, രാജാവിന്റെ ക്ഷത്രിയന്റെ ജീവിതവുമുണ്ട്. ഇതുപോലെ നാം കുടുംബജീവിതവും നയിക്കണം, കൂട്ടത്തിൽ ഭഗവത് ധ്യാനവും ചെയ്തുകൊണ്ട് ഏകാന്തതയിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട്, കൂടെ മറ്റുള്ളവരല്ല ഉള്ളത്, കൂടെയുള്ളത് ഭഗവാനാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് കൂടെ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കണം. ഇങ്ങനെ ആരണ്യത്തിലേക്ക് കടന്നാൽ പിന്നെ നമുക്ക് അയോധ്യയിൽ നിന്നും ആരണ്യത്തിലേക്കും കിഷ്കിന്ധയിലേക്ക് കടക്കാം. ക്രമേണ നമുക്ക് മനസ്സിനെ പിടികിട്ടാൻ തുടങ്ങുന്ന പ്രിയാണ്. ഇപ്പോ ഞാനും നിങ്ങളും മനസ്സിന്റെ പിടിയിലാണ്. നാം സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാം പറയുന്നത്
മനസ്സനുസരിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ബാലിശ്യമായ മനസ്സിന്റെ സംസ്കാരത്തെ സുഗ്രീവനെ കൊണ്ട് ഒതുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഒരു ബാലിയെ നമുക്ക് ഒതുക്കാൻ സാധിക്കും. ബാലി നമ്മുടെ മനസ്സിന്റെ ബാലിശ്യമായ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. പിടിവാശികളുടെ സംസ്കാരമാണ്, ദുർവാശികളുടെ സംസ്കാരമാണ്. ക്രമേണ നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ പിന്നെ ആ മനസ്സിനെ ശ്രീരാമനിലേക്ക് എത്തിക്കാൻ വീണ്ടും ഒരു യുദ്ധത്തിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില തൃഷ്ണകളുണ്ട്, രാവണന്റെ വികാരങ്ങളുണ്ട്. അതുമായി യുദ്ധം ചെയ്ത് ആ ദുർബലമായ വികാരങ്ങളെയൊക്കെ, കാമവികാരങ്ങളെയൊക്കെ അല്ലെങ്കിൽ മൃഗീയ സംസ്കാരങ്ങളെയൊക്കെ രാമവിചാരത്തോടെ നാം യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ സീതയെ വീണ്ടും ആരിലേക്ക് എത്തിക്കാം? രാമനിലേക്ക് എത്തിക്കാം. ഇങ്ങനെ ഓരോ കാണ്ഡങ്ങളും ഉണ്ടല്ലോ നമ്മുടെ യാത്രയുടെ. ആ യാത്രയിൽ നേടേണ്ടത് എന്താണെന്ന് കാണിച്ചു തന്ന് അവസാനം നേടേണ്ടതിനെ നേടി എത്തിക്കേണ്ടിടത്ത് എത്തിച്ചുകൊണ്ട് പോകുന്ന യാത്രയാണ് ജീവിതത്തിന്റെ 6 കാണ്ഡങ്ങളിലൂടെയുള്ള യാത്ര. അങ്ങനെ 6 പടികൾ നമ്മൾ കടന്നാൽ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ അണാകും ശിവശംഭോ. ആരെ കാണാൻ സാധിക്കും? ശിവനെ ഈ ജന്മം ഇവിടെ വെച്ച് അനുഭവിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊരു ജീവിതയാത്രയായിട്ട് രാമായണത്തെ നമ്മൾ കാണണം. അതുകൊണ്ട് സ്വഭാവതന്ത്രോഹി ജന സ്വഭാവം അനുവർത്തതേ. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഞാനിപ്പോഴും എന്റെ സ്വഭാവത്തെയാണോ അനുവർത്തിക്കുന്നത്, അതോ ഒരു ഭാഗത്തിരുന്ന് എനിക്ക് ഈശ്വരനെ ഇവിടെ വെച്ച് തന്നെ അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്റെ മനസ്സിനെ ഇവിടെ വെച്ച് എനിക്ക് ഈശ്വരനോട് കുറച്ചു നേരം ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ സ്വയം അവലോകനം ചെയ്ത് ഇവിടെ വെച്ച് ഈശ്വരനെ നമുക്ക് അല്പനേരത്തേക്ക് വിചാരം ചെയ്ത് അനുഭവിക്കാൻ സാധിച്ചാൽ എവിടെ പോകുമ്പോഴും നമ്മുടെ കൂടെ ഈശ്വരനുണ്ടെന്ന ബോധം നമുക്ക് വ്യക്തമാവും. നിങ്ങൾക്ക് ഗുരുവായൂർ പോയാലും ഗുരുവായൂരപ്പനുണ്ടാവും, മദ്രാസിൽ ഫ്ലാറ്റിലിരുന്നാലും ഗുരുവായൂരപ്പനുണ്ടാവും. വേണ്ടപ്പെട്ടവര് അസുഖമായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താൽ അവരെ കാണാൻ പോകുമ്പോഴും ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവും. കല്യാണത്തിന് പോകുമ്പോഴും ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും, കാരണം അവിടുത്തെ പരിഭ്രമത്തിൽ ഗുരുവായൂരപ്പൻ ഉണ്ടാവൂ നിൽക്കൂന്നറിയില്ല. എന്നാൽ ഈ വിചാരം ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ ഉണ്ടാവും. എവിടെ പോയാലും ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗൽ ഈശാവാസ്യമിതം ജഗൽ. ഇവിടെ മുഴുവൻ ആരുണ്ട്? അപ്പൊ ജഗത്ത് മുഴുവൻ ഈശ്വരനുണ്ടെങ്കിൽ നാം ജഗത്തിന്റെ എവിടെ പോയാലും ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം നമുക്ക് ഉറയ്ക്കാൻ തുടങ്ങും. ഒരു പ്രത്യേക സമയത്തല്ല ഈശ്വരൻ നമ്മുടെ കൂടെ വരുന്നത്. ഭഗവാൻ തന്നെ പറയണോ, സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ. എന്നെ എല്ലാ കാലത്തും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അമ്പലത്തിന്റെ അകത്തുനിന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടോ? ഗീതയിലും ഭാഗവതത്തിലും ഇതന്നെയാ പറയുന്നത്. ഭാഗവതത്തിൽ പറയും, മന്യേ കുതശ്ചിൽ ഭയമച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം. ആര് നിത്യം അച്യുതസ്യ പാദാംബുജോപാസനം ചെയ്യുന്നുവോ എന്നാണ്. ഈ നിത്യം എന്നുള്ള വാക്കിനർത്ഥം അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നാണോ? എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്നൊക്കെയാണ് അർത്ഥം, അല്ലേ? അപ്പോ സർവേഷു കാലേഷു മാമനുസ്മര, എല്ലാ സമയത്തും എന്നെ അനുസ്മരിക്കൂ എന്നൊക്കെ ഭഗവാൻ പറയുമ്പോ നമ്മുടെ കൂടെ എല്ലാ സമയത്തും ഭഗവാനുണ്ടെങ്കിൽ എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടെന്ന ബോധം അറിയാനും അനുഭവിക്കാനും സാധിക്കണം. അത് യഥാർത്ഥമായ ഭക്തിയാണ്. ഇത് നമുക്ക് കാണിച്ചു തരികയാണ് ശബരി ഉപാഖ്യാനത്തിലൂടെ. നാം സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാം പറയുന്നത് മനസ്സനുസരിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ബാലിശ്യമായ മനസ്സിന്റെ സംസ്കാരത്തെ സുഗ്രീവനെ കൊണ്ട് ഒതുക്കാൻ സാധിക്കും. രാമവിചാരത്തോടെ
നാം യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ സീതയെ വീണ്ടും ആരിലേക്ക് എത്തിക്കാം? രാമനിലേക്ക് എത്തിക്കാം. ഇങ്ങനെ ഓരോ കാണ്ഡങ്ങളും ഉണ്ടല്ലോ നമ്മുടെ യാത്രയുടെ. ആ യാത്രയിൽ നേടേണ്ടത് എന്താണെന്ന് കാണിച്ചു തന്ന് അവസാനം നേടേണ്ടതിനെ നേടി എത്തിക്കേണ്ടിടത്ത് എത്തിച്ചുകൊണ്ട് പോകുന്ന യാത്രയാണ് ജീവിതത്തിന്റെ 6 കാണ്ഡങ്ങളിലൂടെയുള്ള യാത്ര. സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഞാനിപ്പോഴും എന്റെ സ്വഭാവത്തെയാണോ അനുവർത്തിക്കുന്നത്, അതോ ഒരു ഭാഗത്തിരുന്ന് എനിക്ക് ഈശ്വരനെ ഇവിടെ വെച്ച് തന്നെ അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്റെ മനസ്സിനെ ഇവിടെ വെച്ച് എനിക്ക് ഈശ്വരനോട് കുറച്ചു നേരം ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ സ്വയം അവലോകനം ചെയ്ത് ഇവിടെ വെച്ച് ഈശ്വരനെ നമുക്ക് അല്പനേരത്തേക്ക് വിചാരം ചെയ്ത് അനുഭവിക്കാൻ സാധിച്ചാൽ എവിടെ പോകുമ്പോഴും നമ്മുടെ കൂടെ ഈശ്വരനുണ്ടെന്ന ബോധം നമുക്ക് വ്യക്തമാവും. ശ്രീരാമദേവൻ തന്റെ പത്നിയായിരിക്കുന്ന സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടി ലക്ഷ്മണസമേതനായി വരും. അവരെ സേവിച്ച് അവരെ കണ്ട് അവരിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് മാത്രമേ ശരീരം ഉപേക്ഷിക്കാവൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് മാതംഗ ഋഷി ശരീരം ഉപേക്ഷിച്ചു. ഏതായാലും തപോനിധിയായ ശബരിയെ ഭഗവാൻ ശ്രീരാമസ്വാമി കാണാൻ ചെല്ലണം. ഈ സന്ദർഭത്തിൽ ഒന്ന് ഞാൻ പറയട്ടെ, ആവർത്തിക്കുകയാണ് ഇതെല്ലാം. നാം ഭഗവാനെ കാണാൻ വാസ്തവത്തിൽ പോകേണ്ടതില്ല. ഭഗവാനെ കാണാൻ പോവല്ല വേണ്ടത്. നാം സജ്ജനങ്ങൾ പറഞ്ഞതിനെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ നമ്മളെ കാണാൻ വന്നേ പറ്റുള്ളൂ. അത് ഭഗവാന്റെ പ്രതിജ്ഞയാണത്. ഒരു ശബരി രാമനെ കാണാൻ പോകുന്നില്ല. ശബരിയെ കാണാൻ രാമനാണ് വരുന്നത് പ്രിയാണ്. ഇതുപോലെ നമ്മളിപ്പോ ഭഗവാനെ കാണാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഭഗവാനെ കാണാനല്ല പോവേണ്ടത്. നാം തപസ് ചെയ്തുകൊണ്ടേയിരിക്കൂ, മനസ്സിനെ അതിന് തയ്യാറാക്കിക്കൊണ്ടേയിരിക്കൂ. സജ്ജനങ്ങൾ പറഞ്ഞതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാനെ വിചാരം ചെയ്യൂ. ഭഗവാൻ പറയണോ, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. എന്റെ ഭക്തൻ തപസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഭക്തന്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്ന പറയുന്നത്. ഗോപികമാരുടെ ഭക്തിക്ക് മുമ്പിൽ ഭഗവാൻ അങ്ങോട്ട് പോവേണ്ടി വന്നു. മനസ്സിലായില്ലേ? നമുക്ക് എവിടെ നോക്കിയാലും ഇതാണ് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥ ഭക്തൻ ഭഗവാന്റെ അടുത്തേക്കല്ല പോകുന്നത്. യഥാർത്ഥ ഭക്തന്റെ അടുത്തേക്ക് ഭഗവാൻ ഇങ്ങോട്ട് വരികയാണ്. കാരണം ഭഗവാന്റെ പ്രതിജ്ഞയാണ് സത്യവ്രതം. ഞാൻ സത്യം ചെയ്യുന്നു. അനുവ്രജാമിഹം നിത്യം. ഞാൻ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആരെ? എന്റെ ഭക്തനെ എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭൂയേതങ്ക്രിരേണഭി, അവന്റെ കാലിലെ പൊടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഭഗവാന്റെ പ്രതിജ്ഞ. അപ്പോ നമ്മൾ ഈ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു കിടക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ തപസ് ചെയ്താൽ വീട്ടിലും ആര് വരും? ഭഗവാൻ വന്നേ പറ്റുള്ളൂ. ആ ബോധ്യം നമുക്ക് വേണം. ഭഗവാനെ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നില്ല, ഞാൻ എന്റെ മനസ്സിനെ അങ്ങയ്ക്ക് തരാം, അങ്ങ് എന്ത് ചെയ്താൽ മതി. അത് നമ്മൾ ആവശ്യപ്പെടേണ്ടതില്ല. മനസ്സിലായില്ലേ? ഭഗവാനോടൊന്നും ആവശ്യപ്പെടേണ്ടതില്ല. ഭഗവാന് നമ്മൾ ഭക്തനാണെന്ന് ബോധ്യം വന്നാൽ ഭഗവാൻ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. കാരണം ആ വ്രതം ചെയ്തിരിക്കണം. ഭഗവാന്റെ പ്രതിജ്ഞ ഇതാണ്. എന്റെ ഭക്തൻ എല്ലാം വിട്ട് എന്നിലേക്ക് മനസ്സ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്തനെ എനിക്ക് എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ സാധിക്കുക? കഥം തെക്തുമുത്സഹേ, എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്നൊക്കെ ചോദിക്കുന്നത്. ദുർവാസ മഹർഷിയോട് പറയുന്നത് ഇതാണ്. ഇതെല്ലാം ഉൾക്കൊള്ളൂ നിങ്ങൾ. അതുകൊണ്ട് ശബരിയെ വളരെയധികം നമ്മൾ മനസ്സിലാക്കണം. ശബരി ഭഗവാനെ അന്വേഷിച്ചല്ല പോയത്. ശബരി തപസ് ചെയ്തപ്പോ, മാതംഗ മഹർഷി പറഞ്ഞത് അനുഷ്ഠിച്ചപ്പോ ശബരിയെ അന്വേഷിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് കടന്നു വന്നു. ശ്രീരാമസ്വാമിയെ കണ്ടതും സംഭ്രമത്തോടിണീറ്റു. ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഇത് തന്നെയാണ് മാതംഗ ഋഷി പറഞ്ഞിരിക്കുന്ന ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും. താൻ കാത്തിരുന്ന അവതാരമൂർത്തി ഇത് തന്നെ. നേരത്തെ കണ്ടിട്ടില്ല, വയോവൃദ്ധിയായിട്ടുണ്ട്. കണ്ണുകളൊക്കെ നോക്കി പൊക്കി നോക്കി. ഓ, ദൂരെ നിന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി താൻ കാത്തിരുന്ന ആ ഭഗവൻ ഇത് തന്നെയാണെന്ന്. സംഭ്രമിച്ചെഴുന്നേറ്റ്
ശ്രീരാമസ്വാമിയെ ആദരവോടെ കൂട്ടിക്കൊണ്ടുവന്ന് പാദങ്ങൾ കഴുകി തീർത്ഥം സേവിച്ച് ഒരു ഭാഗത്തിരുത്തി. പഴുത്ത പഴങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ശ്രീരാമസ്വാമി വരുന്നു വിചാരിച്ചിട്ട് എന്നും പഴം ശേഖരിച്ചു വെക്കും. പുളിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കടിച്ചിട്ട് ഇങ്ങനെ രാമന് കൊടുക്കും അത്രേ. രാമാവതാരത്തിൽ കടിച്ച പഴം കഴിക്കേണ്ട ഒരു യോഗം വന്നു എന്നാണ്. കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ കടിച്ച പഴം യശോദാദേവിക്ക് കൊടുക്കൂ അത്രേ. അമ്മേ പുളിയുണ്ടോ നോക്കിയിട്ട് കഴിക്കും. ഇത് പുളിയില്ലേ അമ്മേ, മധുരമുണ്ട് എന്ന്. ചില ആചാര്യന്മാര് പറയും, ആ ശബരി തന്നെയാണോ പണ്ട് ഭഗവാന് പഴം കൊടുത്തത് തിരിച്ചനുഭവിക്കാൻ വേണ്ടി യശോദയായി വന്നിരിക്കുന്നത് എന്ന്. അപ്പൊ കൃഷ്ണൻ ഓരോ പഴങ്ങൾ കിട്ടിയാലും അതൊക്കെ കടിച്ചു നോക്കിയിട്ട് പുളിയുണ്ടോ മധുരമുണ്ടോ നോക്കിയിട്ട് ആ അമ്മയ്ക്ക് കൊടുക്കുന്ന ആ രംഗമുണ്ടല്ലോ, അതൊരു പക്ഷേ ശബരിയുടെ മറ്റൊരു അനുഭവമായിരിക്കാം. ഇവിടെ ശബരി ആ കടിച്ച പഴുത്ത പഴങ്ങളൊക്കെ രാമനോട് പറയും, ദാ രാമ പഴം മധുരം കേട്ടോ കഴിച്ചോളൂ എന്ന്. അപ്പൊ ശ്രീരാമസ്വാമി ലക്ഷ്മണന് കൊടുക്കൂത്. ലക്ഷ്മണനാണെങ്കിൽ റേലൊരുത്തി കടിച്ചതല്ലേ, അത് നമ്മളെപ്പോലെ നല്ല പേസ്റ്റ് ഒന്നും ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുന്നവരാവില്ലല്ലോ. കാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇലകളൊക്കെ ആവുമല്ലോ ഉപയോഗിക്കുന്നത്. പാവം മുത്തശ്ശിമാരെപ്പോഴും അങ്ങനെയാണ്. ആ സ്നേഹം വന്നാലുണ്ടല്ലോ അവരെന്തൊക്കെ എടുത്തു തരികയെന്നറിയില്ല. പഴയ മുത്തശ്ശിമാർ ഓരോ സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കും. പത്തായത്തിലൊക്കെ കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കും. പഴമൊക്കെ കറുത്തൊരു കോലത്തിലായിട്ടുണ്ടാവും. അവര് ആ പഴം തോലൊക്കെ പൊളിച്ച് കയ്യിൽ വെറ്റിലയോ അടയ്ക്കയോ എന്തെങ്കിലുമൊക്കെ അവർ മുറുക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ചുണ്ണാമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ കയ്യിൽ വെച്ചിട്ട് അതിൽ ആ പഴം വെച്ച് കുട്ടാ കഴിക്കൂട്ടോ എന്ന് പറയുമ്പോണ്ടല്ലോ, ആദ്യം ആ പഴം കാണുമ്പോൾ തന്നെ ഒന്ന്, എന്നാലും മുത്തശ്ശി തന്നതല്ലേ എന്നുള്ളൊരു ശ്രീരാമസ്വാമി അത് പ്രേമത്തോടെ ഓരോന്നിങ്ങനെ കഴിച്ചു പോകുന്ന. പണ്ട് വിതുരന്റെ ഭാര്യ പഴം കൊടുക്കുന്ന സമയത്ത് മുഖത്ത് നോക്കി പഴം ഇങ്ങനെ കൊടുക്കുകയായിരുന്നു അത്രേ. അപ്പൊ തോലഴിച്ച് ഇങ്ങനെ പഴം കൊടുക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ടാണല്ലോ തോലുരിയുക. അറിയാതെ ഉണ്ടല്ലോ പഴം എടുക്കുന്നതിന് പകരം തോല് പിടിക്കും. ഇടത് കൈയിൽ പഴവും വലത് കൈയിൽ തോലും വരും. എന്നിട്ട് കൃഷ്ണന്റെ വലത് കൈയിലേക്ക് ഇതിങ്ങനെ കൊടുക്കും. പഴം ഇങ്ങനെ താഴേക്കും. വർത്തമാനം ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങള് ഭഗവാന്റെ ഓരോ കുട്ടിക്കാലത്തെ ലീലകളൊക്കെ ഇങ്ങനെ അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ താഴേക്ക് നോക്കുന്നത്. 15 തോല് കഴിച്ചു കഴിഞ്ഞു. ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും പണ്ട് പശുക്കൾക്ക് കുറെ തോല് കൊടുത്തിട്ട് പഴമൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിനുള്ളൊരു കർമ്മത്തിനൊരു ഇത് വേണമല്ലോ, പ്രതികർമ്മം വേണമല്ലോ. ഇതെല്ലാം പഴത്തിലേക്ക് ഇങ്ങനെ നോക്കും. അപ്പോഴാണ് അമ്മ തലയിൽ കൈവയ്ക്ക്, ഈശ്വരാ പഴമൊക്കെ താഴെയും തോല് മുഴുവൻ കൃഷ്ണനും. ഇപ്പോഴും ഭഗവാനെ നേദിക്കുമ്പോണ്ടല്ലോ പഴത്തിന്റെ തോല് മാറ്റിയിട്ടാണ് നേദിക്കുക. ഉറപ്പുവരുത്താനാണ് തോല് തരില്ല എന്ന്. പഴം മാത്രമേ ഭഗവാനെ തരുള്ളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ശബരീദേവി പഴങ്ങളൊക്കെ കൊടുത്ത് ശ്രീരാമസ്വാമിയെ സന്തുഷ്ടയാക്കി. എന്നിട്ട് പറയാണ്, അങ്ങയെ കാണാൻ സാധിച്ചത് എന്റെ മഹത്വമല്ല, എനിക്ക് മാതംഗർഷിയിൽ നിന്നും കിട്ടിയ അനുഗ്രഹമാണ്. എനിക്ക് ഒന്നേ ഒന്ന് ഒരു ഭാഗ്യം ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്താണത്? അന്ന് ഞാൻ ചെയ്ത ഒരേ ഒരു പുണ്യം എന്റെ ഗുരുവായിരിക്കുന്ന മാതംഗർഷിയെ പ്രേമത്തോടെ ആദരവോടെ സേവിക്കാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, കാത്തിരിക്കൂ, ഇവിടെ ശ്രീരാമസ്വാമി വരും. ഇന്നിതാ ആ മഹാത്മാക്കൾ പറഞ്ഞ വാക്കുകളെല്ലാം സത്യമായി തീർന്നിരിക്കുന്നു. നമ്മൾ ദാസഭാവം സ്വീകരിക്കൂ, ഭഗവാനെ സേവിക്കാൻ നമ്മൾ പഠിക്കൂ. നമ്മുടെ മുന്നിൽ ആര് വരുന്നുണ്ടോ അവരൊക്കെ ഭഗവാന്റെ പ്രതിനിധികളായി കണ്ടുകൊണ്ട് നമ്മളെപ്പോഴും ഭക്തനെ സേവിക്കുന്ന ദാസനാവണം. നമ്മൾ മറ്റുള്ളവരൊക്കെ ഭക്തന്മാരും ഞാൻ ആ ഭക്തനെ സേവിക്കുന്ന ദാസൻ. ഈ ഭാവത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ വന്നേ പറ്റുള്ളൂ. ഇതാണ് സജ്ജനങ്ങൾ പറയുന്നത്. വൃത്രാസുരനെ കൊണ്ട് ഇതാണ് പറയിപ്പിക്കുന്നത്. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിദാസ്മി ഭൂയ. ഞാൻ ഭഗവാനെ എന്റെ മുന്നിൽ വരുന്ന ഭക്തന്റെ ദാസനായിരുന്നു കൊണ്ട് അങ്ങയെ പൂജിക്കാം.
അങ്ങനെ ഭഗവാനെ പൂജിക്കാൻ ഭാഗ്യം കിട്ടിയത് കൊണ്ടായിരിക്കാം ആ വൃത്രാസുരന്റെ മുന്നിൽ ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ മുകളിൽ നിന്നും താഴെ ഇറങ്ങിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറയുന്നത്, അഹോ ദാനവസിദ്ധോസി യസ്യതേ മതിരീദൃശി ഭക്ത സർവാത്മനാത്മാനം സുഹൃതം ജഗതീശ്വരം. ഭഗവാന്റെ പരമസുഹൃത്തായ, ഭഗവാനോട് അടുത്തിരിക്കുന്ന അങ്ങയെ ഞാൻ തൊഴുകയാണ്, നമസ്കരിക്കുകയാണ്. ശബരിക്ക് ഈ ഭാഗ്യം കിട്ടി പ്രിയാണ്. ഏതായാലും കാണാൻ വന്നു. പക്ഷേ ഭഗവാനെ, അങ്ങയെ എങ്ങനെയൊക്കെയാണ് പൂജിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഭഗവാൻ സർവവ്യാപിയാണ്, ഹൃദയത്തിൽ വസിക്കുന്നവനാണ്. ഇന്നിതാ രാമരൂപത്തിൽ എന്റെ മുന്നിൽ പ്രകടമായിരിക്കണോ. പക്ഷേ കാട്ടുജാതിക്കാരി പെണ്ണ്, ഈ ദൗർബല്യങ്ങളൊക്കെ ഉള്ള ഞാൻ എങ്ങനെയാണ് അങ്ങയെ പൂജിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല പ്രഭു എന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ മുന്നിൽ കൈകൂപ്പി. അന്ന് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഹീനജാതി ഇതൊക്കെയുള്ള ആളുകൾക്ക് അതിൽ നിന്നൊരു മാറ്റം, അതിൽ നിന്ന് അവരെ അടുപ്പിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തനിക്കിതൊന്നും അറിയില്ല, വേദം പഠിച്ചിട്ടില്ല, ബ്രാഹ്മണ സംസ്കാരം ഉള്ളവളല്ല. അതുകൊണ്ടൊക്കെ ഭഗവാനെ ഞാൻ അർഹയല്ലാത്തവളാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രീരാമസ്വാമി ശബരിക്ക് കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധിക്കണം. പറയുന്നു, ദേവി, പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളെല്ലാം കാരണം മമ ഭജനത്തിനോ ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞോ മറ്റില്ല കാരണമേതും. ഞാൻ ഒരാള് പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ അവരുടെ ജാതിയും ആശ്രമവും നോക്കാറില്ല. ഭഗവാന്റെ മുന്നിൽ ഒരാൾ ഉയർന്നവനുമല്ല, ഒരാൾ താഴ്ന്നവനുമല്ല. അല്ലെങ്കിൽ ഭഗവാൻ സർവവ്യാപി എന്നൊക്കെ പറഞ്ഞ് തെറ്റും. ബ്രാഹ്മണപ്രിയ എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നതിന്റെ അർത്ഥം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവന് പ്രിയപ്പെട്ടവൻ എന്നർത്ഥത്തിലല്ല പറയുന്നത്. ആരാണോ മനസ്സിനെ ബ്രഹ്മഭാവത്തിലേക്ക് ഉയർത്തുന്നത് അവർക്കാണ് ഭഗവാൻ പ്രിയപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ വളരെയധികം വ്യത്യാസം വന്നു. ഈ ജാതി വളരെ ഇൻഫ്ലുവൻസ് ചെയ്തു നമ്മുടെ സൊസൈറ്റി. അതായിരിക്കാം ഈ നമ്മുടെ ഈ ഭാരതത്തിൽ ജാതി വിട്ടു പോവാത്തത്. ഇനി അത് കൂടുതലാക്കിയുള്ള രാഷ്ട്രീയക്കാര് ആ രീതിയിൽ അതിനെ അധപ്പതിപ്പിച്ചു എല്ലാവരും കൂടെ. ഇവിടെ ഈശ്വര ഭജനത്തിന് എല്ലാവരും യോഗ്യരാണ് എന്ന് ശ്രീരാമസ്വാമി ആ കാലഘട്ടത്തിലേ പ്രഖ്യാപിച്ചു വെച്ചിട്ടുണ്ട്. ആരുടെ മുന്നിലാ പറയുന്നത്? ഒരു കാട്ടുജാതിക്കാരിയായ ശബരിയുടെ മുന്നിൽ. അവിടെ ചില്ലയാണ് ശ്രീരാമസ്വാമി. നിങ്ങൾക്കൊരു പ്രത്യേകത കാണാം. മുനികളൊക്കെ ശ്രീരാമസ്വാമിയെ കാണാനാണ് ചെല്ലുന്നത്. എന്നാൽ ശബരിയെ ഭഗവാൻ അങ്ങോട്ട് കാണാനാണ് ചെല്ലുന്നത്. ആ മുനികളെക്കാളും ഭഗവാൻ ആദരിച്ചത് ശബരിയാണ്. മറന്നുപോകരുത് എന്ന് പറയാൻ. ആ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ അവിടെ എത്തിയേ പറ്റുള്ളൂ. പറയുന്നു, പുരുഷ സ്ത്രീ ജാതി നാമാദികളല്ല എന്റെ ഭജനത്തിന്. ഞാനൊരു വ്യക്തിയുടെ ജാതിയും ആണാണോ പെണ്ണാണോ ഇതൊന്നുമല്ല നോക്കുന്നത്. ഞാൻ നോക്കുന്നത് എന്തുമാത്രം ഭക്തിയുണ്ടോ പ്രേമമുണ്ടോ എന്ന് നോക്കും. ഭഗവാൻ ഒരാളെ ആദരിക്കുന്നത് അയാളുടെ ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത്? അതും ഭഗവാൻ എടുത്ത് പറയാണ്. തീർത്ഥങ്ങളിൽ പോയി സ്നാനം ചെയ്യാം. ഗംഗാസ്നാനം, പമ്പാസ്നാനം, പല സ്നാനങ്ങളുണ്ടല്ലോ, ത്രിവേണി സംഗമം, അവിടെയൊക്കെ പോയി സ്നാനം ചെയ്യുക, തപസ് ചെയ്യുക, ദാനം ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള ആധ്യാത്മിക സാധനങ്ങൾ, അധ്യയനം, വേദം പഠിക്കുക, ഒരു ഭാഗത്തിരുന്ന വേദാധ്യായന, ക്ഷേത്രം, അമ്പലങ്ങളിൽ പോവുക, ക്ഷേത്ര ഉപവാസം, പലതരത്തിലുള്ള ഉപവാസങ്ങൾ ചെയ്യുക, യാഗാദി അഖിലകർമ്മങ്ങളാൽ പൂജകൾ, ഹോമങ്ങൾ, ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെയാണല്ലോ നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊന്നും കണ്ടുകിട്ടുകയില്ല എന്നെ, ഇതുകൊണ്ടൊന്നും എന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് വന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ അന്ധമായി നമ്മൾ കുറെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ട്. ഇത് തന്നെയല്ലേ ജഡഭരതൻ പറയുന്നത്? ഭാഗവതവും രാമായണമൊന്നും വ്യത്യാസമില്ല.
യഹൂഗണ ഏതൽ തപസാന്നയാതി ന ചേജ്യ നിർവണാൽഗൃഹാദ്വാ ന ഛന്ദസാനൈവ ജലാഗ്നിസൂരി വിനാ മഹൽപാദരജോഭിഷേകം. ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് എടുത്തു പറയുന്നു ഉദ്ധവരോട്. സത്സംഗേനൈവ ലഭ്യ ഉദ്ധവ, സത്സംഗത്തിലൂടെ അല്ലാതെ ഉദ്ധവ എന്നെ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. കൃഷ്ണന്റെ കൂടെ നടന്നിട്ട് കൃഷ്ണനെ കിട്ടിയിട്ടില്ല ഉദ്ധവർക്ക്. ജീവിച്ചിരുന്ന കൃഷ്ണന്റെ കൂടെ നടന്നിട്ട് കൃഷ്ണനെ കിട്ടിയിട്ടില്ല. ഉദ്ധവ എന്നെ കിട്ടണമെങ്കിൽ സത്സംഗേനൈവ ഉദ്ധവ, സത്സംഗത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് ഉദ്ധവരോട് പറയുന്നത്. ഇവിടെയും ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് എന്നെ കിട്ടുകയില്ല എന്നാണ് ആര് പറഞ്ഞത്? ശ്രീരാമസ്വാമി. മനസ്സിലായോ നിങ്ങൾക്ക്? നാം കുറെ പൂജകൾ ചെയ്തതുകൊണ്ടോ യാഗങ്ങൾ ഹോമങ്ങൾ ചെയ്തതുകൊണ്ടോ വേദമന്ത്രം ചൊല്ലിയതുകൊണ്ടോ കുറെ ഉപവാസം ചെയ്തതുകൊണ്ടോ കുറെ ക്ഷേത്രങ്ങളിൽ ദർശിച്ചതുകൊണ്ടോ തീർത്ഥസ്നാനം ചെയ്തതുകൊണ്ടോ കണ്ടുകിട്ടുകയില്ല എന്നെ. അപ്പൊ പിന്നെ ഒരു ചോദ്യം ചോദിക്കണ്ടേ നമ്മള്? എന്താ ചോദിക്കേണ്ടത്? പിന്നെ സ്വാമി അങ്ങേപ്പ എങ്ങനെ കിട്ടുക? അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞില്ല. കിട്ടാൻ ഇങ്ങനെയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഞങ്ങളിതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ അങ്ങേ കിട്ടും എന്നുള്ളൊരു മോഹത്തിലാ പോണത്. ഇത്രയും കാലം കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാൻ കിട്ടിയിട്ടൊന്നുമില്ല. എന്നാ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ അങ്ങ് പറയണോ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന്. സമയം വേസ്റ്റായില്ലേ സ്വാമി? ഇനിയിപ്പോ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അങ്ങേ കിട്ടുക എന്നത് തുറന്നു പറഞ്ഞു തരുമെന്ന്. ഉടനെ ഭഗവാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു തരാം ദേവി. എന്നെ മൽഭക്തി ഒഴിഞ്ഞുകൊണ്ടൊന്നൊരു നാളും ഭക്തി കൊണ്ട് കിട്ടും എന്ന് പറയാണ്. അപ്പൊ ഭക്തി കൊണ്ട് എന്നെ കിട്ടും, ഇതുകൊണ്ടൊന്നും കിട്ടില്ല. സ്വാമി വീണ്ടും കൺഫ്യൂഷനാക്കി നിങ്ങൾ. ഇതൊക്കെ ഇപ്പം ഭക്തിയല്ലേ? നമ്മുടെ നിർവചനം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയി തൊഴുത് ചന്ദനക്കുറിയും തൊട്ട് കുറച്ചു നേരം അവിടെ ചുറ്റിക്കറങ്ങി തീർത്ഥവും ത്രിമധുരവും വാങ്ങിച്ച് പറ്റിയ ഒരു ഗ്ലാസ് പായസവും അടിച്ച് പുറത്തു കിടന്ന നാട്ടുകാരെ മുഴുവൻ ചീത്തയും പറഞ്ഞ് വീട്ടിലെത്തി തോന്നിയതുപോലെയൊക്കെ ജീവിക്കുന്നതിനെയാണ് ഇപ്പൊ നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. അതായത് ജീവിതവും ഭക്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് ഇപ്പൊ നമ്മുടെ ഭക്തി. ഇനി ശ്രീരാമസ്വാമി ഭക്തി എന്ന് നിർവചിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു ഭക്തൻ ഭക്തനാവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭക്തന് ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം? ആദ്യത്തേത് പറയണേ, ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. ദേവിക്ക് മുക്തി വേണമോ? ഞാൻ പറയുന്നത് കേൾക്കണം, അതിലൂടെ ജീവിക്കണം, അതാചരിക്കണം. ആദ്യമായിട്ടുള്ളത് മുഖ്യസാധനമല്ലോ സജ്ജന സംഘം. ആദ്യം വേണ്ടത് ദേവി ഭക്തയാണ്. കാരണം ദേവിക്ക് ഏറ്റവും വലിയ സമ്പത്ത് കിട്ടിയത് സജ്ജന സംഘം കിട്ടിയിരിക്കുന്നു പ്രിയാണ്. അപ്പൊ സത്സംഗമില്ലാതെ ഒരിക്കലും എന്തുണ്ടാവില്ല? ഭക്തി ഉണ്ടാവില്ല എന്ന് ശ്രീരാമസ്വാമിയും പറയുന്നു. അതുതന്നെയാണ് ഉദ്ധവരോട് സത്സംഗേനൈവ വിനാ ഉദ്ധവ, സത്സംഗത്തിലൂടെയല്ലാതെ ഉദ്ധവ എന്നെ കിട്ടില്ല എന്ന് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ നിങ്ങൾ 14-ാം അധ്യായം എടുത്തൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം ഉദ്ധവോപദേശത്തിൽ. അപ്പൊ ഇങ്ങനെ സജ്ജന സംഘമാണ് നമ്മളുണ്ടല്ലോ. ആദ്യം സജ്ജന സംഘത്തിലൂടെയായിരുന്നു വരേണ്ടത്. പക്ഷെ നമ്മൾ അമ്പലങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അമ്പലങ്ങൾക്ക് പറ്റിയൊരു വീഴ്ച എന്താന്ന് വെച്ചാൽ, പണ്ടുള്ളവര് അമ്പലം വച്ചിരുന്നത് സത്സംഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ക്രമേണ സത്സംഗം പോയി വെറും പൂജയിൽ അതപ്പതിച്ചു പോയി. അത് പൂജയിൽ ഒതുങ്ങി നിന്നു പ്രിയാണ്. ഭക്തനും ഭഗവാനും ഇടയ്ക്ക് വേറൊരാളുണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷെ ഭക്തനും ഭഗവാനും ഇടയ്ക്ക് വേറെ ആളുകൾ കടന്നു വന്നു. അതാണ് ഇന്ന് നമ്മുടെ പൂജകൾക്കൊക്കെ പറ്റിയത്. അപ്പോഴേ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. നമുക്ക് ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ഇടയ്ക്കൊരു ആള് വേണം എന്നുള്ളത്, ഒരു മിഡിൽ ആള് വേണം എന്നുള്ളത്. ഭഗവാൻ പറയുന്നു അതല്ല ഭക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് ആദ്യം തന്നെ സജ്ജന സംഘം, സത്സംഗമാണ്. ശ്രവണം ചെയ്യൂ എന്നാണ്. ശ്രവണം ചെയ്യണമെങ്കിൽ സത്സംഗങ്ങളിലേക്ക് പോകണം. ചെവിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്, കണ്ണിൽ നിന്നല്ല തുടങ്ങേണ്ടത്. നമ്മൾ തുടങ്ങിയത് ചെവിയിൽ നിന്നല്ല, നമ്മൾ തുടങ്ങിയത് കണ്ണിലൂടെയാണ്.
അതുകൊണ്ടുണ്ടല്ലോ വീടുകളിലൊക്കെ അച്ഛനും അമ്മയൊക്കെ പണ്ട് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത് ചെവി കേട്ട് പഠിപ്പിക്കണം. കൃഷ്ണ കഥകൾ പറയുമ്പോൾ കൃഷ്ണൻ ആത്മാവാണെന്ന് കൂടി പഠിപ്പിക്കണം.